ഹായ് ഫ്രണ്ട്സ്, കങ്കുവ ഈ സിനിമ കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് രണ്ട് സിനിമകളാണ്. ഒന്ന് സലാർ, രണ്ട് മലൈക്കോട്ടെ വാലിബൻ. ഈ രണ്ട് സിനിമകളും റിലീസ് ചെയ്ത സമയത്ത് നല്ലവണ്ണം നെഗറ്റീവ് റിവ്യൂസ് വന്നിരുന്നു. 10 ആൾക്കാർ കണ്ടിരുന്നെങ്കിൽ 9 ആൾക്കാർ നെഗറ്റീവായിരുന്നു പറഞ്ഞത്. എനിക്ക് ഈ രണ്ട് സിനിമകളും ഇഷ്ടപ്പെട്ട സിനിമകളാണ്. അതുപോലെ ഇത്രയധികം നെഗറ്റീവ് വന്നുകൊണ്ടിരിക്കുന്ന കങ്കുവയും എന്നെ സംബന്ധിച്ച് അത്യാവശ്യം നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു. 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമയിൽ ഏകദേശം 30-45 മിനിറ്റോളം 2024 ഭാഗങ്ങളാണ്, അതായത് പ്രസന്റ് പോർഷൻസ്. അത് അത്യാവശ്യം നല്ല കല്ലുകടിയായിട്ടാണ് തോന്നിയത്. പ്രത്യേകിച്ച് യോഗി ബാബു, റെഡിൻ കിങ്സ്ലി, ദിശ പട്ടാനി, കോവൈ സരള ഇവരൊക്കെയുള്ള ഭാഗങ്ങൾ. ഒരു പാൻ ഇന്ത്യൻ പടം എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള അനാവശ്യമായ കോമഡി കുത്തിക്കയറ്റേണ്ടുന്ന സീനുകൾ ഒഴിവാക്കുന്നതായിരുന്നു നല്ലതെന്നാണ് എനിക്ക് തോന്നിയത്. പ്രസന്റ് പോർഷൻ കൂടുതൽ വെട്ടിച്ചുരുക്കി 1970 നടക്കുന്ന ആ ഒരു പീരിയഡ് പോർഷൻസ് കുറച്ചുകൂടി കൂട്ടിയിരുന്നെങ്കിൽ സിനിമ വളരെ മികച്ച അനുഭവമായി മാറുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ തന്നെ സ്റ്റോറിയും കുറച്ചുകൂടി സ്ട്രോങ് ആവും. ഇതിലെ ഈ സ്റ്റോറിയും അങ്ങനെ പുതുമയുള്ള സ്റ്റോറിയൊന്നുമല്ല. നമ്മൾ പൊതുവേ കാണുന്ന ഒരു കഥ ഗോത്ര കാലഘട്ടത്തിലേക്ക് പറിച്ചു കാട്ടിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ നടക്കുന്ന ചതി, അവിടുത്തെ യുദ്ധങ്ങൾ, കുറച്ച് നല്ല ആക്ഷൻ സീനുകൾ, അത്രയൊക്കെ ഉള്ളൂ സിനിമയിൽ. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ 2.5 മണിക്കൂറും ആ രംഗങ്ങൾ തന്നെ ആയിരുന്നെങ്കിൽ നല്ല മെച്ചപ്പെട്ടൊരു ഔട്ട്പുട്ട് കിട്ടുമായിരുന്നു. എന്ന് വെച്ച് സിനിമ മോശം എന്നുള്ള അഭിപ്രായമല്ല അത്. സൂര്യ അതിഗംഭീരമായിരുന്നു. പ്രസന്റ് പോർഷനിൽ അത് എല്ലാവരുടെ ക്യാരക്ടറും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് പിന്നെ ഒരു പ്രത്യേക നടനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറഞ്ഞ ട്രൈബൽ വേൾഡിൽ സൂര്യ അതിഗംഭീരമായി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫിസിക് ആയിക്കോട്ടെ, ആക്ഷൻ രംഗങ്ങളായിക്കോട്ടെ, ഇമോഷൻസ് ആയിക്കോട്ടെ, നല്ല അതിഗംഭീര ആക്ടറാണ്. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ വേറെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. സൂര്യയാണ് ഈ പടത്തെ ഷോൾഡർ ചെയ്യുന്നത്. ബോബി ഡിയോള് നല്ല കൗതുകമുള്ളൊരു കാസ്റ്റിംഗ് ആയിരുന്നു. പക്ഷേ മറ്റുള്ള സൗത്ത് സിനിമകളിൽ നടക്കുന്നത് പോലെ തന്നെ ദേവരയിൽ സെയ്ഫ് അലി ഖാനെ കൊണ്ടുവന്നു, ലിയോയിൽ സഞ്ജയ് ദത്ത്. അതൊക്കെ ഒരു പാതി വെന്ത കഥാപാത്രങ്ങളായിരുന്നു. ഇവിടെയും സ്ഥിതി മറിച്ചൊന്നുമല്ല. ബോബി ഡിയോളിന് കൊടുത്ത ആ ക്യാരക്ടറിന് തീരെ ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നില്ല. ഒരു വില്ലന് വേണ്ട ഇന്റിമിഡേഷൻ കൊടുക്കാൻ വേണ്ടി, അത് ബോബി ഡിയോളിന്റെ പ്രശ്നമല്ല, ആ കഥക്ക് അങ്ങനെ ഒരു ഇമ്പാക്ട് കൊടുക്കാൻ വേണ്ടി പറ്റിയില്ല. ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് വെട്രി പളനിസ്വാമി എന്ന പേരുള്ള ഒരാളാണ്. അതിമനോഹരമായ വിഷ്വൽസ് ആണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവുകളിലൊന്ന് സിനിമാറ്റോഗ്രാഫിയാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ദേവിശ്രീ പ്രസാദ്. മ്യൂസിക് അത്ര പോരാ. തലവനെ എന്നുള്ള സോങ് നന്നായിരുന്നു, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നന്നായി വന്നിട്ടുണ്ട്. ഇതിന്റെ BGM ഭയങ്കര ലൗഡാണെന്നുള്ള അഭിപ്രായം കണ്ടു. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. KGF 2 BGM ഒക്കെ തലവേദന നമുക്ക് ജനിപ്പിക്കുന്ന രീതിയിലുള്ള BGM ആയിരുന്നു. അതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ അത്ര കുഴപ്പമൊന്നും തോന്നിയില്ല. ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് സുപ്രീം സുന്ദർ. ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ ആക്ഷൻ വലിയൊരു ഗംഭീരമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ സെക്കൻഡ് ഹാഫും ക്ലൈമാക്സ് ഒക്കെ വരുമ്പോൾ ആക്ഷൻ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല എൻഗേജിങ് ആയിരുന്നു. സൂര്യയുടെ അതിഗംഭീര പെർഫോമൻസ്, ട്രൈബൽ കാലഘട്ടത്തിലെ രംഗങ്ങൾ, ദേവിശ്രീ പ്രസാദിന്റെ BGM, ഇതൊക്കെ കഴിഞ്ഞാൽ ഈ സിനിമയിലെ ഏറ്റവും നല്ലൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ഡെവിളിഷ് കാമിയോ. ആ ആക്ടർ ആരാണെന്ന് ഭൂരിഭാഗം പേർക്കും ഈ ഒരു സമയമാകുമ്പോഴേക്ക് അറിഞ്ഞിട്ടുണ്ടാവും. സെക്കൻഡ് പാർട്ടിൽ സൂര്യയും അദ്ദേഹം തമ്മിലുള്ള ഫേസ് ഓഫ് എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്ത് കാണേണ്ടതാണ്. പക്ഷെ സിനിമക്ക് ഇത്രയും നെഗറ്റീവ് റിവ്യൂ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ മലൈക്കോട്ടെ വാലിബൻ 2 പോലെ കുറച്ചുപേരെങ്കിലും വെയിറ്റ് ചെയ്യുന്ന ആ ഒരു പാർട്ട് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ഇനി റേറ്റിംഗിലേക്ക് വരാം. ഞാൻ കൊടുക്കുന്നത് 3.75 ഔട്ട് ഓഫ് 5. ഒരുപക്ഷെ സോഷ്യൽ മീഡിയ റിവ്യൂസും യൂട്യൂബ് റിവ്യൂസും ഒക്കെ ഇങ്ങനെ നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ അപരാധം, അതായത് ഏറ്റവും മോശം, ഈ അടുത്ത് കേൾക്കാൻ തുടങ്ങിയ ഒരു വാക്കാണത്, അല്ലെങ്കിൽ അതിഗംഭീരം, ഇതല്ലാണ്ട് വേറെ അഭിപ്രായങ്ങളൊന്നും കാണുന്നില്ല. അങ്ങനെയുള്ള കാലത്തിൽ കങ്കുവയെ കുറിച്ച് കേൾക്കുന്നത് ഈ അപരാധം എന്നുള്ള സംഭവമാണ്. അത് അത്രമാത്രം ഡിസർവ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. എന്തായാലും തിയേറ്ററിൽ ഇത്രയും നെഗറ്റീവ് റിവ്യൂസ് വന്ന സ്ഥിതിക്ക് ഇത് വർക്കാകാൻ സാധ്യത കുറവാണ്. പക്ഷെ എന്നെ പോലെ ഇത് ഇഷ്ടപ്പെടുന്ന വളരെ കുറച്ചു പേരുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ ഇതാർക്കും സജസ്റ്റ് ചെയ്യുന്നില്ല. മലൈക്കോട്ടെ വാലിബന്റെ റിവ്യൂ ഇടുന്ന സമയത്തും ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്.